ഒരു പ്രശ്നം നമ്മൾ ഗൗരവമായി കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചെറിയ തോതിലാണെങ്കിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമായിട്ടില്ല. ജില്ലകളിൽ പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആകെ കോവിഡ് ആക്റ്റീവ് കേസുകൾ 727 കൂടുതൽ കേസുകളുള്ളത് കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN വകഭേദമായ LF7 ആണ് കേരളത്തിലും കണ്ടെത്തിയത്. കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി സ്റ്റേറ്റ് തല RRT യോഗം വിളിച്ചു ചേർക്കുകയും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലകളുടെ യോഗവും വിളിച്ച് സംസ്ഥാനത്തിന്റെ പൊതുസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതുണ്ട്. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ്. ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം. കോവിഡ് കേസുകളുടെ വർധന ആരോഗ്യവകുപ്പ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വർധനവുണ്ടായാൽ ആവശ്യമായിട്ടുള്ള ആശുപത്രി കിടക്കുകളും ICU കിടക്കുകളും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യതയും ഉറപ്പാക്കിയിട്ടുണ്ട്. മഴക്കാലമായതുകൊണ്ട് പകർച്ചവ്യാധികൾക്കെതിരെ നിരന്തര ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ജനുവരി മുതൽ നടന്നുവരികയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ യോഗവും സംസ്ഥാന തലത്തിൽ ചേർന്നിരുന്നു. ഒരു പ്രശ്നം എലിപ്പനിയുടേതാണ്. എലിപ്പനി ബാധിച്ചാൽ തീവ്രമാകുമെന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാനാവണം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരും മണ്ണുമായും മലിന ജലവുമായും ഇടപെടുന്നവരും നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കേണ്ടതാണ്. മലിനമായ വെള്ളം കാരണം ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഏപ്രിൽ 20 മുതൽ സർക്കാരിന്റെ വാർഷിക പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചിരുന്നു. വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുമായി 14 ജില്ലകളിലും നേരിട്ട് സംവദിക്കാൻ അവസരമുണ്ടായി. 7000-ൽ പരം പേരുമായാണ് അങ്ങനെ സംസാരിച്ചത്. മലപ്പുറം ഒഴികെ എല്ലാ ജില്ലകളിലും ബഹുജന റാലികളും പങ്കെടുത്തു. 14 ജില്ലകളിലും പൊതുജന സമ്പർക്ക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എന്റെ കേരളം എന്ന പേരിൽ പ്രദർശനമേളകളും നടന്നു. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ജീവസ്സുറ്റ അനുഭവമായിരുന്നു വാർഷിക പരിപാടികൾ. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നടപ്പാക്കിയെന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ റാലി സമാപിച്ചത്. 2021 നിന്നും 2025 എത്തുമ്പോൾ വലിയൊരു ശതമാനം വാഗ്ദാനങ്ങളും നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവ ഇനിയുള്ള ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കും എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ 140 നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചിരുന്ന നവകേരള സദസ്സ് വികസന പ്രവർത്തനങ്ങളിലെ ജനകീയ മുൻകൈയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു. നവകേരള സദസ്സിനോടുള്ള ജനങ്ങളുടെ സക്രിയമായ പ്രതികരണം സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന് ശരിയായ ദിശാബോധം പകർന്നു നൽകുന്ന വിധമായിരുന്നു.
കേരള വികസനത്തെ മെച്ചപ്പെടുത്താനുതകുന്ന നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ സദസ്സിൽ നിന്ന് ഉയർന്നു വന്നു. നവകേരള സദസ്സിലെ സംവാദവേദികളിൽ ഇങ്ങനെ ഉയർന്നു വന്ന വികസന പദ്ധതികൾ നടപ്പാക്കാൻ 982 കോടി 1 ലക്ഷം രൂപ അനുവദിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്.